Good afternoon. Good afternoon. Good afternoon, sir. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വോയിസ് കേക്കാം. ഓക്കെ. നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. Yes, ma'am. എന്റെ പേര് അപർണ എന്നാണ്. ഇനി ഒരു വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു ജേണിയില്. എല്ലാ ടീച്ചേഴ്സും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ചെയ്തു. എല്ലാവരെയും നമ്മള് ഇപ്പോ എന്താ പറയാ വീഡിയോസിൽ കാണുന്നുള്ളൂ, പേരുകൾ ജസ്റ്റ് അറിയാൻ പറ്റില്ല. നിങ്ങള് ഇനി വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പേര് പറയാം. ഓക്കെ, പ്രെയർ ഒക്കെ പറഞ്ഞു തുടങ്ങിയോ? നിങ്ങൾ ചെയ്തു തുടങ്ങിയോ പ്രെയർ? ചെയ്തു തുടങ്ങി. ഓക്കെ, ആരാ ഇന്നത്തെ പ്രെയർ? ഞാനാണ് മാം. ജസ്ന ദാസ്. ഓക്കെ എടാ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, കുന്നമാടവും പൂവനി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും, നല്ല വാണിയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയാൽ എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എന്നുമെന്നും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു. Signing thought of the day ആയിരിക്കാം. നന്നായിരുന്നു കേട്ടാ ജസ്ന. താങ്ക് യു. ഓക്കെ, Thought of the day. thought of the day ആണ് പറയുന്നത്. ഞാൻ പറയാം മിസ്. ഞാൻ പറയാം Okay, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരണ്യ. ഓക്കെ, പറഞ്ഞോടാ. Good afternoon to all. Today's thought is believing in yourself is first secret to success. വിജയത്തിന്റെ ആദ്യ രഹസ്യം നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ്. So you believe yourself, then I can learn and start learn with me in the Buddha's way. Thank you, miss. ഓക്കെ, ആൻഡ് സൈനിങ് ചെയ്ത് തുടങ്ങിയോ? ചെയ്തു തുടങ്ങി മാം. ഞാൻ പറയാം. സൈനിങ് പറഞ്ഞോട്ടോ. Good afternoon all everyone. I hope you are all doing well today. This is Ashida and I am so happy to hear again with you all. Let's make this class a great one full of learning, sharing and your smiles. I have joined the class present ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? യെസ് മാം. ഞാൻ എന്തായാലും വീണ്ടും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നൊന്നുമില്ല. നമുക്കിനി ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പരിചയപ്പെടാം എല്ലാവരും കേട്ടോ. ഓക്കെ, അതേപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും എടുത്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ ഷെയർ ചെയ്യാൻ ടോപ്പിക്. ഓക്കെ, പേജ് നമ്പർ ഓക്കെ, പേജ് നമ്പർ 16 ആണ്. ഞാൻ എടുക്കാൻ പോകുന്ന യൂണിറ്റിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്.
കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ആർക്കാ വരുന്നത്? നമുക്കാണോ, മുതിർന്നവർക്കാണോ, കുട്ടികൾക്കാണോ? കുട്ടികൾക്കാണ്. കുട്ടികൾക്കാണ്. എന്തുകൊണ്ടാണ് അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്? അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളതുകൊണ്ടാണ്. അതെ, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. സോ നിങ്ങൾ ഓരോരുത്തരും ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടവരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ, അതേപോലെ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്ന് ആർക്കറിഞ്ഞിരിക്കണം? നമ്മൾ ഓരോ ടീച്ചേഴ്സിനും അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രിപ്പറേഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഇതില് മെയിൻ ആയിട്ട് കുഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് കുട്ടികളിൽ എന്താണ് അസുഖങ്ങൾ എപ്പോഴും വരുന്നത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഓക്കെ, ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അതേപോലെ തന്നെ നമ്മളെക്കാൾ കൂടുതൽ എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും കുട്ടികളാണ്. നമ്മളോട് ഒരാൾ പറയാണ് നമ്മൾ ചെരുപ്പിടാണ്ട് പുറത്തിറങ്ങുമോ? ഇറങ്ങാറുണ്ടോ? ഇല്ലല്ലോ. നമ്മള് കുറെ നാളൊക്കെ ഉണ്ടാവും മണ്ണിൽ കളിച്ചിട്ടും ചെരുപ്പിടാണ്ട് പുറത്തിറങ്ങിയിട്ടൊക്കെ. പക്ഷെ കുട്ടികൾ അങ്ങനെയാണോ? അല്ലാലോ. അവര് ചെരുപ്പിടാണ്ട് പുറത്തു പോകും, കളിക്കാൻ പോകും. അവർ കൂടുതൽ എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോ ഈ എൻവയോൺമെന്റിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എന്താ പറയാ, സേഫ് തന്നെയാണോ? അല്ലാലോ. ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സസും എൻവയോൺമെന്റിൽ ഉണ്ട്. സോ അസുഖങ്ങൾ വരാനുള്ള കാരണക്കാര് നമ്മുടെ ചുറ്റുപാടും തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പീരീഡ്, ഈ ചൈൽഡ്ഹുഡിന്റെ ടൈമിൽ അവർക്ക് ആ ഒരു അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ എന്താണ് അങ്ങനെ എന്ന് വെച്ചാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് ഹ്യൂമൻ ഹെൽത്തിനെ ബാഡ്ലി അത് അഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇതുപോലെ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നോക്കാം. Children get various kinds of disease due to absence of immunity. കുട്ടികളില് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ് എന്ത് വരുന്നത്? അസുഖങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ പറയുന്നത് ചിൽഡ്രൻസ് ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ്? ആബ്സെൻസ് ഓഫ് immunity. As children are disclosed to the surroundings and the childhood is the period of continuous change, they are likely to suffer from disease because of harmful forces in the environment. നമുക്കറിയാം കുട്ടികൾ സറൗണ്ടിങ്സ് ആയിട്ട് ഒരുപാട് ഡിസ്ക്ലോസ് ആണ്. അതേപോലെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്. 1 മിനിറ്റ്, അതിൽ മ്യൂട്ട് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യാട്ടോ. ലക്ഷ്മി, ഓക്കെ. ആസ് ചൈൽഡ്ഹുഡ് നമ്മൾ പറഞ്ഞ പോലെ സറൗണ്ടിങ്സ് ആയിട്ട് ഒരുപാട് ഡിസ്ക്ലോസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പീരീഡ് ആണ്. ചേഞ്ചസിന്റെ തന്നെ ഒരു മാറ്റങ്ങൾ, കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, ഒരുപാട് നമ്പർ ഓഫ് ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു പീരീഡ് ആണ് ഇത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. They are likely to suffer from disease because of harmful force in the environment. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ഉള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് കാരണം കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എ വൈഡ് വെറൈറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, അതേപോലെ വൈറസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. എക്സിസ്റ്റ് ഇൻ അവർ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടും ഈ പറഞ്ഞ ബാക്ടീരിയാസ്, മൈക്രോ ഓർഗാനിസംസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. ദേ ആർ ത്രെറ്റ് ടു ഹ്യൂമൻ ഹെൽത്ത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയാസ് കയറുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഭീഷണിയാണ്. ഡിസീസ് മേ ബി കോസ്ഡ് ബൈ ജെംസ്, പാരസൈറ്റ്സ്, പോയിസൺ. ക്ലിയർ ആവുന്നില്ല. വോയിസ് ക്ലിയർ ആവാത്തയാണോടാ? അതിൽ കുറെ സൗണ്ടുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടാവും? ഓക്കെ, ഞാൻ തൽക്കാലം നിങ്ങളുടെ എല്ലാവരുടെയും മൈക്രോഫോൺ ഓഫ് ചെയ്തിടാണ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവരും മ്യൂട്ട് ആയിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വോയിസ് അയച്ചാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്.
ഓക്കെ, നോക്കട്ടാ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വോയിസ് ക്ലിയർ ആണോ, സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടാ. കേൾക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോഴും വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹലോ, ഓക്കെ. അപ്പോ നമുക്ക് അസുഖങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? ജെംസ്, പാരസൈറ്റ്സ്, പോയിസൺ, അതേപോലെ ഡിസീസ്, അങ്ങനെ കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. ഡിസീസ് ആർ മെയിൻലി ടു ടൈപ്സ്, കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ. നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ ആണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈസിലി സ്പ്രെഡ് ചെയ്യുന്ന കോണ്ടാക്ട്, ഒരാളായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോണ്ടാക്ട്. ഓക്കെ, ഈ നമ്മൾ ഈ നിപ്പ ഓർമ്മയുണ്ടോ? നിപ്പനൊക്കെ ഓർമ്മയുണ്ടോ? വീണ്ടും വന്നിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ കോവിഡ് ഒക്കെ എന്ത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്? കണ്ടേജിയസ് ഡിസീസ് ആണ്. അതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകും. ഓക്കെ, the germs of this disease are very strong. ഈ ഡിസീസിന്റെ germs വളരെ സ്ട്രോങ് ആണ്. They spread easily and critically. അത് പെട്ടെന്ന് സ്പ്രെഡ് ആകുകയും ചെയ്യും. അതേപോലെ ഒരു വ്യക്തിനെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആക്കും, ഹെൽത്ത് പെട്ടെന്ന് വീക്ക് ആക്കും. നമുക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ കോവിഡ് വന്നിട്ടുണ്ടോ? വന്നവരുണ്ടോ? ഇല്ല. അത് ഈസിലി സ്പ്രെഡ് ആവില്ല, മറ്റുള്ളവർക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുമായിരുന്നില്ലേ? ഓക്കെ, നമ്മൾ കുറച്ച് ക്രിട്ടിക്കൽ ആക്കും ഇല്ലേ? നമുക്ക് ശരീരം വേദന, മേലുവേദന, അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മളുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ അസുഖങ്ങൾ കുട്ടികൾ, ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത, ഒട്ടും ആരോഗ്യമില്ലാത്ത കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അവരെ അഫക്ട് ചെയ്യുന്നത്? ഒത്തിരി ബാഡ് ആയിട്ടായിരിക്കും അവരെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. സോറി, ഫസ്റ്റ് ക്ലാസ്സുകളിലായതുകൊണ്ടാണ് എനിക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ക്ലാസ് മൂവ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മള് എത്ര ടൈപ്സ് ഓഫ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു? 2 ടൈപ്സ് ഓഫ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു, കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ. കണ്ടേജിയസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോണ്ടാക്ട്. ദ ജേംസ് എങ്ങനെയായിരിക്കും? വെരി സ്ട്രോങ് ആയിരിക്കും. ദ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി, പെട്ടെന്ന് ആളെ ഇത് ക്രിട്ടിക്കൽ ആക്കാനും കാരണമാകും. ഇനി ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ട്, വേറൊരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് ഇൻഫെക്ഷൻ. ത്രൂ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ഫുഡ്, വാട്ടർ, എയറിലൂടെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഡിസീസ് സ്പ്രെഡ് ഫ്രം ദ ഫോളോയിങ് മെത്തേഡ്. ഇൻഫെക്ഷൻ ഡിസീസ് താഴെ പറയുന്ന മെത്തേഡുകൾ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസ് വഴി, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എയർ, then animals and other creatures, മറ്റ് അനിമൽസിൽ നിന്നും അതർ ക്രീച്ചേഴ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് സോർബറ്റ്, സർബത്ത്, വാട്ടർ, ടീ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. നമുക്ക് നമ്മൾ വീട്ടിൽ വെച്ച് പാചകം ചെയ്ത് എന്താ കൊടുക്കുന്നത് അത് സേഫ് ആയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലത്. അതേപോലെ തന്നെ കുട്ടികളെല്ലാവരും ഹാൻഡ് നല്ല പ്രോപ്പർ ആയിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആണോ? പറയാൻ പറ്റില്ല കേട്ടാ. അവർ പിന്നെ പുറത്തൊക്കെ പോയിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വരാണെങ്കിൽ മേ ബി നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ചിലപ്പോ ബാക്ടീരിയാസ് അവരൊക്കെ ഹാൻഡിലുണ്ടാവും. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ കൈയും നല്ല രീതിയിൽ വാഷ് ചെയ്ത്, പുറത്തൊക്കെ പോയി കളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവരോടൊന്ന് ബോഡി വാഷ് ചെയ്തിട്ട് അവരോട് വീട്ടിലോട്ട് അല്ലെങ്കിൽ എന്താ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് ചെയ്യാൻ പറയാം. ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം അവരോട് എന്ത് ചെയ്യാനായിട്ട് പറയാൻ? ഫുഡ് കഴിക്കാനായിട്ട് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. The medium of infection disease is food,
air, water, etc. Infection disease spread through the following method. താഴെ പറയുന്ന മെത്തേഡ്സ് വഴി ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരാ ഫസ്റ്റ് പോയിന്റ് വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, ലുദീന. എന്താ പേര്? ഒന്നുകൂടി പറയോ? ലുദിയ അല്ലെ? അതെ അതെ. റീഡ് ചെയ്തോടാം. Food item. Consuming foods which are affected by flies and other insects is the reason for various diseases and infections. Fly is a major carrier of infections. ഓക്കെ, ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് വഴി നമുക്ക് പല അസുഖങ്ങൾ വരാറുണ്ട്. ഡിഫ്തീരിയ പോലത്തെ അസുഖങ്ങളൊക്കെ വരും. സോറി, ഡിഫ്തീരിയ അല്ല, ഡിസെൻട്രി പോലത്തെ, ലൂസ് മോഷൻ, അങ്ങനെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ്. മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് റീസൺ ആരാണ്? ഫ്ലൈസ് ആണ് അല്ലെ? ഫ്ലൈസ് ആണ് മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലെ ഈ ഇൻസെക്ട്സുകൾ, ഈച്ച പോലത്തെ അല്ലെങ്കിൽ ഫ്ലൈസ് പോലത്തെ ഇൻസെക്ട്സുകൾ വന്നിരിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം? ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് എയർ. എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. സോറി, എയർ ആരാ വായിക്കുന്ന പോയിന്റ്? ഞാൻ വായിക്കാം മാഡം. ആൻസി വായിച്ചോളാം. Air. It is the main medium of spreading disease. When a patient coughs and sneezes, thousands of germs spread in the air. They are carried through air and get into the body of the person having less immunity power. Cough, cold, measles, smallpox, tuberculosis, etc. are examples and spread out air. ഓക്കെ, നമുക്കറിയാം എയർ വഴി എയർ ഒരു മീഡിയമാണ് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു മീഡിയമാണ് എന്ത്? എയർ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കഫ് ചെയ്യുമ്പോഴോ സീസ് ചെയ്യുമ്പോഴോ നമ്മുടെ എയറിലേക്ക് തൗസൻഡ്സ് ഓഫ് ജേംസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. They are carried through air and get into the body of the person having less immunity power. അപ്പൊ എയർ വഴി ഈ ജേംസിനെ ക്യാരി ചെയ്യും. ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള പേഴ്സൺസിന്റെ ബോഡിയിലേക്ക് അതെന്ത് ചെയ്യാണ്? എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എയർ വഴി മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, etc. are the some examples and spread out air. എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുടെ സം എക്സാമ്പിൾസ് ആണ് ഏത്? ഈ പറഞ്ഞ അസുഖങ്ങൾ. ഓക്കെ, ദെൻ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആണ്. അതാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, രമ്യ. Animals and other creatures. Besides flies, mosquitoes, insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for causing infection. Filariasis, typhoid, malaria, plague, cholera, trench fever, etc. ഓക്കെ, അപ്പോ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ ഫ്ലൈസ് വരുന്നുണ്ട്, പിന്നെ എന്താ വരുന്നത്? മോസ്കിറ്റോസ് വരുന്നുണ്ട്, ഇൻസെക്ട്സ്, പിന്നെ റാറ്റ്. other creatures like the pet dogs, farm animals, birds ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മോസ്കിറ്റോസ് വഴി ഏതൊക്കെയാ സ്പ്രെഡ് ആവുന്നത്? ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ, എക്സെട്ര. റാറ്റ് വഴിയോ? Then pet dog വഴിയോ? pet dog, farm animals, Rabies. okay, rabies. Okay, അങ്ങനെ പല എന്താ പറയാ അനിമൽസ് വഴി നമുക്ക് പല അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങളില് ഫിലാരിസിസ്, ടൈഫോയിഡ് വരില്ല കേട്ടോ. ടൈഫോയിഡും അത് ബൈ മിസ്റ്റേക്ക് ആണ്. അതൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. മലേറിയ, പ്ലേഗ്, കോളറ, ട്രെഞ്ച് ഫീവർ, എക്സെട്ര. ഈ അസുഖങ്ങളൊന്നും ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഓരോ അസുഖങ്ങളും ഇന്നതാണ് എന്ന് ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ.
ഇതിൽ ഡിസ്കസ് ചെയ്യാത്തൊരു അസുഖം എന്ന് പറയുന്നത് ട്രെഞ്ച് ഫീവർ. നിങ്ങൾക്ക് അറിയോ? ഫിലാരിസിസ്, മലേറിയ, പ്ലേഗ്, കോളറ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? മന്ത്, മലേറിയ കേട്ടിട്ടുണ്ടാവും, പ്ലേഗ് കേട്ടിട്ടുണ്ടാവും, കോളറ കേട്ടിട്ടുണ്ടാവും. ഈ ഫ്രഞ്ച് ഫീവർ എന്താണ്? കേട്ടിട്ടുണ്ടോ? എന്താണ്? എന്ത് പനിയാണ് ദിയ? മലമ്പനി എന്ന് പറയില്ലേ? അതല്ലത്. ഫ്രഞ്ച് ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടങ്ങ പനി എന്ന് പറയും മലയാളത്തില്. മലയാളത്തില് എനിക്കൊക്കെ അറിയാവുന്ന ഒരു ജീവി പരത്തുന്ന ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു പനിയാണ്. പക്ഷെ നമ്മള് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല ഈ ഒരു ജീവിക്ക്. പക്ഷെ ഇതുവഴി ഒരു എന്താണ് ഫീവർ വരും. ഓക്കെ, ഇമേജസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇമേജ് കാണിച്ചു തരാം. നോക്കി, ആരാ നോക്കിയ ജീവി? ഏതാ ജീവി അത്? ചെള്ളല്ലേ മാഡം? ഇടങ്ങുപടി എന്ന് പറയും. മെയിൻ ആയിട്ട് this fever could last for up to 5 days. Was carried from man to man through body links. The symptoms were much like bad flu fever, nausea, diarrhea, etc. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് ക്യാരി ചെയ്യും. ഏത് വഴി? ഈ ബോഡി ന്യൂസ് വഴി തന്നെ സ്പ്രെഡ് ആകും. പിന്നെ സ്കിന്നിലൊക്കെ ഭയങ്കര റാഷസ് കാണും, ഭയങ്കര ലെഗ് പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പോ ഇങ്ങനൊരു അസുഖം ഉണ്ട്. ചില ആൾക്കാരിൽ ഇത് ഭയങ്കര സിംറ്റംസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കുട്ടികളിലൊക്കെ വരാണെങ്കിൽ വെച്ചാല് ഞാൻ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് കണ്ടിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഇതേപോലൊരു അവസ്ഥ. കാരണം ചെറിയ കുട്ടിയാ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. ആൾക്ക് തലയിൽ അത്യാവശ്യം നല്ല മുടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കര ഇൻഫെക്ഷൻ, വെച്ചാല് നമ്മുടെ പുറം വശത്തായിട്ട് ഭയങ്കര ഇൻഫെക്ഷൻ, ഭയങ്കരമായിട്ട് എപ്പോഴും ചൊറിയുന്നു. ഞാൻ ചെല്ലുമ്പോ കുട്ടികൾ അവളുടെ ഒപ്പം ആരും ഇരിക്കണില്ല. അപ്പൊ എല്ലാവരോടും ഞാൻ ചോദിച്ചു അവളുടെ ഒപ്പം ആരും ഇരിക്കാതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു അവളുടെ തല്ലിൽ നിറച്ചും പെയിനാണ് മിസ്, അതുകൊണ്ടാണ് ഇരിക്കാതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചവരെന്താ ഈ ഡിസ്ക്രിമിനേഷൻ കാണിക്കണേന്ന് വിചാരിച്ച് ഞാൻ ചെന്നു, കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. നോക്കിക്കഴിഞ്ഞപ്പോ ബാക്കിൽ ഫുൾ ഇൻഫെക്ഷൻ ആയിരിക്കാം. ജസ്റ്റ് ഭയങ്കരമായിട്ട് കുരുക്കള് പോലെ വന്ന് ഭയങ്കര റോസ് കളറിലെയും അതേപോലെ തന്നെ വൈറ്റ് കളറിലേക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ. അപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചു. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറിനെ കാണിക്കായിരുന്നു, കാരണം അത് ഇൻഫെക്ഷൻ ആണ്, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അത് ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്ഷൻ, ഇതിന്റെ സ്റ്റാർട്ടിങ് ആണ് എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് മുടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കളയേണ്ടത് വന്നു. അത് കഴിഞ്ഞു ക്രീമും ഓയിൽമെന്റും പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ എടുത്തതിന് ശേഷമാണ് ആളൊന്ന് നോർമൽ ആയത്. പിന്നെ ക്രീമൊക്കെ പറ്റി ആള് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നോർമലായിട്ട് അത്യാവശ്യം മുടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പം ഈ അസുഖം നമ്മൾ നിസ്സാരെന്ന് വിചാരിച്ച് കളയരുത്. അപ്പോ നിസ്സാരമല്ല, ഇതും കാരണം കുട്ടികളിൽ എന്ത് വരുന്നുണ്ട്, ഫീവർ വരുന്നുണ്ട്. ഇനി അടുത്തതാണ് ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ് ഓർ വെറ്റർ. ഓക്കെ, നമ്മള് പുറത്തുനിന്ന് എല്ലാവർക്കും ഇഷ്ടമല്ലേ, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഐസ്, ജ്യൂസ്, സോർബറ്റ് എന്ന് പറയുന്നത് സർബത്താണ്, ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് നമ്മള്. അല്ലെങ്കിൽ തുറന്ന് ഓപ്പൺ മാർക്കറ്റിൽ തുറന്ന സ്ഥലത്ത് വെച്ചിട്ട് ടീയോ കോഫീസോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേ ബി ഡസ്റ്റോ ഡേർട്ട് പാർട്ടിക്കിൾസ് വഴി കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള അവർ പറയുന്ന ഇഷ്ടത്തിന് ഇപ്പൊ എന്ത് ജ്യൂസോ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നോക്കാം, നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പൊ നമുക്കൊരു ഹൈജീൻ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് സേഫ് ആണ്, നമ്മുടെ കുട്ടികൾ എല്ലാവരും സേഫ് ആണ്, നമ്മൾ കൊടുക്കുന്നത് സേഫ് ആയിട്ടാണെന്നുള്ള ഒരു ഇതുണ്ടാവും. അതേപോലെ കുട്ടികളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഒരു ബോയിൽ ചെയ്ത് അപ്പൊ തന്നെ ഓഫ് ചെയ്യണ വെള്ളമല്ല. തിള വന്നതിന് ശേഷം എത്ര മിനിറ്റ് കഴിഞ്ഞ് വേണം ഓഫ് ചെയ്യാനായിട്ട്?
അറിയോത്? ജസ്റ്റ് നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യാം. ചൂടുവെള്ളം ചൂടായി തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യോ, അല്ലെങ്കിൽ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടാണ് ഓഫ് ചെയ്യുന്നത്? കുറച്ചേരം ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് ജേംസ് ഒക്കെ ഡെഡ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ആ വെള്ളം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോ നോക്കാം. അപ്പോ എന്താ റീഡ് ചെയ്യുന്നേ? Dirty hands and feet. അല്ലടാ, അതൊക്കെ മുമ്പത്തെ പോയിന്റ്. ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, ഓർ Drinks like water, ice and sorbets. In the market, tea, coffee, sorbets are sold in the open. They are contained by dust and their dust particles, dysentery, cholera, fever, thyroid, etc. are diseases which spread through the media. ഓക്കെ. അപ്പോ ഡ്രിങ്ക്സ് ലൈക്ക് സോർബറ്റ്, ഐസ്, വാട്ടർ ഒക്കെ കഴിക്കുന്നതിലൂടെ നമ്മളിപ്പോ ഓപ്പൺ മാർക്കറ്റിലൊക്കെ ഇപ്പൊ ടീ, കോഫി, സോർബറ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ അത് മേ ബി കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഡസ്റ്റ് ഒക്കെ വന്നിരിക്കാനും ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്താണ് വാട്ടർ, ഐസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ ലൂസ് മോഷനാണ്, കോളറ, ഫീവർ, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അസുഖങ്ങളൊക്കെ ഈ ഒരു മീഡിയ വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഓക്കെ, കുട്ടികള് എപ്പോഴും അവർ നമ്മൾ കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം. ഹാൻഡ്സ് എങ്ങനെയാണ് വാഷ് ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, അല്ലെ? അപ്പോൾ ഇത് എന്താണ് ഹാൻഡ്സ്, നമ്മള് പണ്ടൊരു പരസ്യം കണ്ടിട്ടുണ്ടോ? ഒരു ലൈഫ്ബോയുടെ പരസ്യമാണ്. കഴുകിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഗുഡ് ചെക്കൻ, ഒരു കുഞ്ഞു കൊച്ചു നന്നായിട്ട് കഴുകാം. അപ്പൊ എല്ലാവരും ക്യൂ നിന്ന് വേഗം കഴുകിയാൻ കൂടെ പോവാം. അപ്പൊ അവനാണ് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നത്, കൈ കഴുകുന്നത്. പക്ഷെ കോവിഡ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, അവൻ പറഞ്ഞതായിരുന്നു കറക്റ്റ്. അങ്ങനെ കഴുകിയാലേ ജേംസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, ഡെഡ് ആവുള്ളൂ നമുക്ക് മനസ്സിലായി. സോ നമ്മൾ ഹാൻഡ് വാഷിന് ഒരു റോൾ ഉണ്ട് ഇല്ലേ? ഹാൻഡ് വാഷ് എങ്ങനെയാന്നുള്ളത് അത് കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കുക. അതേപോലെ അവരുടെ ഹാൻഡ്സും ഫീറ്റും നല്ല രീതിയിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷവും നല്ല രീതിയിൽ എങ്ങനെ ഹാൻഡ്സ് വാഷ് ചെയ്യണം. പുറത്ത് പോയി കളിച്ചതിന് ശേഷം എങ്ങനെയാണ് ഹാൻഡ്സ് വാഷ് ചെയ്യേണ്ടത്. മേ ബി നമ്മളത് ഹാൻഡ്സ് ഒന്ന് വാഷ് ചെയ്യാണ്ടാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജേംസ് നമ്മുടെ ശരീരത്തിലേക്ക് പോകാനുള്ള അസുഖങ്ങളായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണ്ടേ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിക്കണം. ഓക്കെ, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഹസ്ന Yes, ma'am. റീഡ് ചെയ്തോടാം. Dirty hands and feet. Children should be trained to wash their hands and feet constantly, especially after any traveler sports. There are thousands of germs in the soil. After playing with soil, children may take food without washing their hands properly. Thus, the germs get into body and bring diseases. Diseases like polio, dysentery, and tetanus, etc. are transmitted this way. ഓക്കേടാ, മ്യൂട്ട് ആയിക്കോടാ. അപ്പോ ഈ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് ഒക്കെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണം. ഓക്കെ, നിങ്ങൾ ഓരോ ടീച്ചേഴ്സും കുട്ടികളിൽ എങ്ങനെ ഹാൻഡ് വാഷ് പറഞ്ഞു കൊടുക്കും, എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്താല, ഒരു ആക്ഷൻ സോങ് വഴി ഹാൻഡ് വാഷ് എങ്ങനെയാണ്, ആക്ഷൻ സോങ് വഴി നമുക്ക് ഹാൻഡ് വാഷ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഞാനല്ല, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്തോണ്ട് വരണം കേട്ടോ. അതൊരു ആക്ടിവിറ്റി ആയിട്ട് നെക്സ്റ്റ് വീക്ക് പ്രസന്റ് ചെയ്യണേ. ഹാൻഡ് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെ അത് ഹാൻഡ് വാഷ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മേ ബി കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ആക്ഷൻ സോങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അവരത് മറക്കുകയും ചെയ്യാം, അല്ലെ? നമുക്കത് ഹാൻഡ് വാഷ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഇനി ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരുന്നത്. എന്താണ് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ്?
കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് വൂഫിംഗ് കഫ് ആണ്. ഓക്കെ, ഇനി ഓരോ അസുഖങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഈ വൂഫിംഗ് കഫിനെ നമ്മൾ മലയാളത്തില് വില്ലൻ ചുമ എന്ന് പറയും. വില്ലൻ ചുമ എന്ന്. ഓക്കെ, അപ്പോ വൂഫിംഗ് കഫിന്റെ ഇംഗ്ലീഷിൽ മറ്റൊരു നെയിമാണ് പെർട്യൂസിസ്. ടൈപ്പ് ചെയ്ത് അയക്കാം. എന്താണ് നെയിം? പെർട്യൂസിസ്. PERTUSSIS. അതിന്റെ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? റിപ്പീറ്റ് ചെയ്യോ മാം? അത് മെസ്സേജ് പെർട്യൂസിസ് ആണോ മിസ്? ഓക്കെ, പെർട്യൂസിസ് എന്ന വൂഫിംഗ് കഫിന്റെ മറ്റൊരു നെയിമാണ്. ഈ കഫിനെ അല്ലെങ്കിൽ വൂഫിംഗ് കഫിനെ നമ്മൾ 100 days of കഫ് എന്ന് പറയും. എന്താണ്? 100 days of കഫ്. അതേപോലെ തന്നെ കഫ് ഓഫ് 100 days. ഈ എന്തുകൊണ്ട് ഈ പേര് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 days of കഫ് എന്ന് പറഞ്ഞാൽ ഈ ചുമ വന്നു കഴിഞ്ഞാൽ 100 ദിവസം വരെയും ഈ ഒരു ചുമ നമ്മുടെ കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ചുമ കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരു ചുമ വന്നിട്ട് 3 മാസമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, കൺഫേം ചെയ്തോ അതാണ് വൂഫിംഗ് കഫ് ആണ്, 100 days of കഫ് ആണ് എന്ന് കൺഫേം ചെയ്യാം. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ? കഫ് വന്നിട്ട് ചുമ വന്നിട്ട് മാറാതെ നിന്നിട്ടുണ്ടോ? അമ്മയ്ക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ പെട്ടെന്ന് മാറണില്ല. ഇങ്ങനെ ചെയ്തിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ടും പെട്ടെന്ന് അങ്ങോട്ട് കുറയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അത് വൂഫിംഗ് കഫ് ആവാം വേണ്ടി. അത് ഇൻഫെക്ഷൻ ആണ്, ഭയങ്കര ഇൻഫെക്ഷൻ ആണ്. അതിൽ കണ്ടീജിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ 100 days of കഫ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് ബ്രോഡ് ഡെൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന പെർട്യൂസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് പെർട്യൂസിസ് എന്ന് പറയുന്ന വൂഫിംഗ് കഫ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. പറഞ്ഞാൻസി, വൂഫിംഗ് കഫിന്റെ മലയാളം നെയിം വില്ലൻ ചുമയല്ലേ? വില്ലൻ ചുമ ആണ്. ഓക്കെ, വില്ലൻ ചുമ അതെന്ന് വെച്ചാല് മലയാളത്തില് ഒരു ഇതുണ്ട്, വില്ല് പോലെ വളഞ്ഞു ചുമക്കുന്നത് കൊണ്ടാണ് വില്ലൻ ചുമ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചുമച്ച് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും. അത്രയും നമ്മളെ പെട്ടെന്ന് അത് അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് മലയാളത്തില്. ഓക്കെ, പിന്നെ വേറെ പേര് എന്തൊക്കെയാ പറഞ്ഞത്? പെർട്യൂസിസ്. അതേപോലെ തന്നെ 100 days of കഫ്, കഫ് ഓഫ് 100 days എന്ന് പറഞ്ഞു. പിന്നെ വൂഫിംഗ് കഫ് ഇത്തിരി കുട്ടികളിൽ വരും. നമുക്ക് നോർമലായിട്ട് വരാണെങ്കിൽ അതൊരു 100 days കഫ് ഉണ്ടാവുന്നുള്ളൂ, അത് കഴിഞ്ഞാൽ മാറും. പക്ഷെ കുട്ടികളിൽ വരാണെങ്കിൽ അത് മരണത്തിന് വരെയും കാരണമാണ്. കാരണം അവർക്ക് ആ ഒരു അസുഖം കൊണ്ടല്ല ആ ഒരു മരണം സംഭവിക്കുന്നത്. അവർക്ക് ചുമച്ച് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവർക്ക് എന്ത് സംഭവിക്കുന്നത്? മരണം വരെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് വൂഫിംഗ് കഫിന് വേണ്ടി എടുത്തിരുന്ന ഒരു വാക്സിൻ ആയിരുന്നു DTP എന്ന് പറയും, ഡെക്റ്റ വാക്സിൻ. കുട്ടികളിൽ എടുത്തിരുന്നു. ഇപ്പോ വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മുടെ വാക്സിനിൽ മാറ്റം വന്നിട്ടുണ്ട്. പെൻഡാവാലന്റ് വാക്സിൻ ആണ് ഇപ്പൊ എടുക്കുന്നത് കുട്ടികൾക്ക്. ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെൻഡാവാലന്റ് വാക്സിൻ ആണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയും കേട്ടോ. അപ്പൊ 5 അസുഖങ്ങൾക്ക് കൂടി വേണ്ട ഒരുമിച്ചാണ് ആ ഒരു വാക്സിൻ എടുക്കുന്നത്. പെൻഡാവാലന്റ് വാക്സിൻ എന്നാണ് പറയുന്നത്. പെൻഡ എന്ന് പറയുമ്പോൾ തന്നെ 5 എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്യൂസിസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫോലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്ന ഈ 5 അസുഖങ്ങൾക്കും എതിരെയാണ് ഏത് വാക്സിൻ എടുക്കുന്നത്? പെൻഡാവാലന്റ് വാക്സിൻ എടുക്കുന്നത്. നിങ്ങൾ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വാക്സിൻസിനെ കുറിച്ച് പഠിക്കൂ കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പെൻഡാവാലന്റ് വാക്സിൻ ആണ് വൂഫിംഗ് കഫിന് വേണ്ടിയിട്ട് എടുക്കുന്നത്.
ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാല് ആ കുട്ടീനെ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐസൊലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ ആ കുട്ടീനെ ഒറ്റപ്പെടുത്താന്ന് വെച്ചാല് മറ്റു കുട്ടികൾക്ക് വരാതിരിക്കുന്ന രീതിയിൽ ആ കുട്ടീനെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് മാറ്റുക. സ്റ്റാഫ് റൂമിലോ എവിടെയാണോ അവന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവിടെ കൊണ്ടുപോയി ഇരുത്തുകയും ഇത്രയും പെട്ടെന്ന് പാരന്റ്സിനോട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമാണ് എന്നൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് അവരോട് ഇൻഫോം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ ടെസ്റ്റിൽ എന്താണ് വൂഫിംഗ് കഫിനെ കുറിച്ചിട്ട് എഴുതിയിരിക്കണേ നോക്കാം. അതാരാ വായിക്കുന്നത്? വായിക്കാത്തവർ ഓരോരുത്തരായിട്ട് വായിച്ചോ കേട്ടോ. ഞാൻ വായിക്കാം. ഓക്കെ, Binduja. Whooping cough. It affects the children below 5 years of age. Non-stop cough case. Difficulty in breathing, weak and vomiting may occur. It is very infection. Hence, in child is secluded. എന്താ പറഞ്ഞത്? ഇത് മെയിനായിട്ട് അഫക്ട് ചെയ്യുന്ന 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. നോൺ സ്റ്റോപ്പ് ആയിട്ട് കഫ് ചെയ്യും. കോസ് മേ ബി ബ്രീത്തിങ് വീക്ക് ആൻഡ് വോമിറ്റിംഗ് മേ ഒക്കേഴ്സ്. വോമിറ്റിംഗ് ഒക്കെ സംഭവിക്കാറുണ്ട്. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷൻ, മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകും. ഹെൻസ് ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്. നമ്മൾ എന്ത് ചെയ്യാം, കുട്ടീനെ പെട്ടെന്ന് ഒറ്റപ്പെടുത്താന്നുള്ളത് മീനിങ് വെച്ചാല് മറ്റാർക്കും സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ആ കുട്ടീനെ മാറ്റാം എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ആ കുട്ടിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൂഫിംഗ് കഫ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞു. എന്താണ് വൂഫിംഗ് കഫ്? 100 days ഓഫ് കഫ് എന്നും കഫ് ഓഫ് 100 days എന്നും പേരുണ്ട്. മലയാളത്തിൽ നമ്മളതിനെ വില്ലൻ ചുമ എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ മറ്റൊരു പേരുള്ളത് പെർട്യൂസിസ് എന്നാണ്. ഇത് വന്നു കഴിഞ്ഞാല് ചെറിയ കുട്ടികളാണ് വരുന്നത്. ഇത് എന്തിനു വരെയും കാരണമാകും, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അസുഖം കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ശ്വാസം കിട്ടാതെ ചുമച്ച് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെയാണ് അവർക്ക് എന്ത് സംഭവിക്കുന്നത്, ശ്വാസം കിട്ടാതെയാണ് മരണം സംഭവിക്കുന്നത്. അങ്ങനെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് വൂഫിംഗ് കഫ്. വൂഫിംഗ് കഫിന് എതിരെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വാക്സിൻ ഉണ്ട്. നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെൻഡാവാലന്റ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. എന്താണ് പെൻഡാവാലന്റ് വാക്സിൻ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അടുത്തൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പെൻഡാവാലന്റ് വാക്സിൻ എടുക്കുന്നത് എന്നുള്ളത് കേട്ടോ. നോക്കിയിട്ട് വരുമോ? ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിന് പോവില്ല. പെൻഡാവാലന്റ് 1.5 മാസത്തിലാണ് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. സെക്കൻഡ് ഡോസ് 2.5 മാസത്തിൽ കൊടുക്കും. തേർഡ് ഡോസ് 3.5 മാസത്തില് ആൻഡ് ലാസ്റ്റ് 9 months ആണ് തോന്നുന്നത്. പെൻഡാവാലന്റ് പെൻഡാവാലന്റ് വാക്സിൻ പിന്നെ കൊടുക്കുന്നത് ഓക്കെ 3 ഉള്ളൂ. എന്താണ് പെൻഡാവാലന്റ് വാക്സിൻ 3 ഡോസ് അല്ലേ? 3 ഡോസാടാ. 1.5 മാസം 3.5 മാസത്തിൽ 3 ഡോസാണ് നമ്മൾ പെൻഡാവാലന്റ് വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പണ്ട് കൊടുത്തിരുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരുന്ന വാക്സിൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അപ്ഡേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പെൻഡാവാലന്റ് വാക്സിൻ ആയിട്ടില്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാറ്റമുണ്ട്. അപ്പോ എന്താണ് പെൻഡാവാലന്റ് വാക്സിനും അത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പെൻഡാവാലന്റ് വാക്സിൻസ് കൊടുക്കണേന്ന് നോക്കിക്കൊണ്ടുവരണം. ഓക്കെ, പിന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന അടുത്തൊരു അസുഖമാണ് എന്ത്, ഡിഫ്തീരിയ കേട്ടോ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മലയാളത്തില് വേറൊരു പേര് പറയുമായിരുന്നു, ഞാൻ നോക്കട്ടെ. തൊണ്ടമുള്ളെന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയുമായിരുന്നു ഡിഫ്തീരിയക്ക്. ആ അതെടാ. ഓക്കെ, ഈ ഒരു ഇമേജ് കാണുന്ന പോലെ വെള്ള കളറിലൊരു പാട നമ്മുടെ തോട്ട് ആൻഡ് വിൻഡ് പൈപ്പിന്റെ ട്രക്കിയുടെ ഒക്കെ ഏരിയയിലായിട്ട് അതിങ്ങനെ ഗ്രോ ചെയ്യും. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെറിയൊരു വേദന പെയിൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ
പിന്നീട് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒട്ടും അതായത് ശ്വാസം ഒട്ടും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഗ്രോ ചെയ്യും. ആ ഒരു മെമ്പറയിൽ നിന്ന് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെയും അത് എഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇത് വഴി ഒരുപാട് പേര് മരണം സംഭവിച്ചിട്ടുണ്ട്. 1 lakh of persons ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം മൂലം. അഡിനോയിഡ് അല്ലേ? അഡിനോയിഡ് എന്താണ് അഡിനോയിഡ്? അഡിനോയിഡ് അഡിനോയിഡ് അഡിനോയിഡിന്റെ സിംറ്റംസ് അല്ലേ ഇത് കാണിച്ചേക്കുന്നത് പിക്ചറിനകത്ത്? അല്ല, ഡിഫ്തീരിയയുടെ. എന്റെ മോന് ഇതാണ് അഡിനോയിഡ് ഉണ്ടായിരുന്നു, ഇതേ കണക്കായിരുന്നു തൊണ്ടയില്. അതന്നെ ഓക്കെ, മലയാളം ഇത് ഡിഫ്തീരിയ ആടാ. ഓക്കെ, ഇത് ഞാൻ വേറെ പേരുള്ളത് കില്ലർ ഡിസീസ് എന്നാണ്. കില്ലർ ഡിസീസ് എന്നാണ്. ഇത് കുട്ടികളിൽ വരാണെങ്കിൽ എന്താ പറയാ, അത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വൈറ്റ് കളറിലൊരു മെംബ്രെയിൻ ആണ് ഫസ്റ്റ് ഡെവലപ്പ് ആകുന്നത്. പിന്നീട് അത് ഗ്രോ ചെയ്ത് നമുക്കൊട്ടും ശ്വാസം ഇറക്കാൻ പറ്റാത്ത പോലെ, ഫുഡ് കഴിക്കാനും പറ്റാത്ത പോലെ ആകുകയും, അതേപോലെ തന്നെ എന്താണ് ഡൗട്ട് ഉണ്ടോ അതില്? ഇങ്ങനൊരു അസുഖം ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലോ റിപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ പണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോ ഈ അസുഖത്തിന് മുമ്പ് വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ ഒരു അസുഖം മൂലം ഒരുപാട് പേര് മരണം സംഭവിച്ചിട്ടുണ്ട്. ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. മെയിൻ ആയിട്ട് ഇത് ട്രക്കിയെയും വിൻപൈപ്പിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ട്രക്കിയ ആൻഡ് വിൻപൈപ്പിനെയായിട്ട് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇതില് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് കൊറേനിയം ബാക്ടീരിയ ഡിഫ്തീരിയ ആണ്. ബാക്ടീരിയൽ ഡിഫ്തീരിയ CORYNEPACTERIUM ഡിഫ്തീരിയ. ഒന്നുകൂടി പറയാമോ? ഒരു മിനിറ്റടാ, നമ്മൾ ക്ലിയർ ആവുന്നില്ല കേട്ടോ. എല്ലാരും മൈക്ക് നോക്കി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, ഞാൻ 1 മിനിറ്റ് മൈക്ക് ഞാൻ ഓഫ് ചെയ്യാം. ഞാനിപ്പോ സെൻഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ബാക്ടീരിയം ഡിഫ്തീരിയ കേട്ടോ. അപ്പൊ ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ്. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാനുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുമൊന്നും ഇല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്ത് വെക്കാം. 2 മുതൽ 5 വയസ്സ് വരെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് എന്താ പറയാ, അങ്ങനെ വരാണെങ്കിൽ ബിലോ 5 ഇയേഴ്സിന് ബിലോ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനും കുട്ടികളെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുട്ടികളിൽ തൊണ്ടവേദനയാണ്, ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നല്ല, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഒരു വായില് എന്നൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 20% വരെയാണ്. 100 പേരിൽ ഈ അസുഖം വന്നാൽ 20 പേര് 20 പേർക്കെങ്കിലും മരണം സംഭവിക്കുന്നു ഉണ്ട് എന്നാ പറയുന്നത്. ഒരു വൈറ്റ് കളറിലെ പാടയാണ്, നിങ്ങൾ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഒരു വൈറ്റ് കളറിലെ പാടയാണ് അവിടെ ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ ആർക്കെങ്കിലും ഇങ്ങനൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ചെയ്യാലോ, ഡിഫ്തീരിയ ആണോ എന്ന് നമുക്കൊരു സംശയം തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇമേജ് എടുത്തിട്ട് കേട്ടോ. Diphtheria, this is the disease of throat and windpipe and trachea. Throat, windpipe and trachea. The symptoms are high temperature, difficulty in breathing, etc. ഈ വരുന്ന മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്, ഒരു മെംബ്രെയിൻ വൈറ്റ് കളറിൽ നമ്മൾ ആ ഇമേജിൽ കണ്ട പോലത്തെ ഒരു മെംബ്രെയിൻ നമ്മുടെ തോട്ടിലേക്ക് ഡെവലപ്പ് ചെയ്യും. If medical aid is not given, ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ട്, പക്ഷെ ഷോർട്ട് പീരീഡിനുള്ളിൽ മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? If the medical aid is not given with a short period, the child may die of coughing. It may affect other children easily. കുട്ടി ശ്വാസം കിട്ടാതെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ഇത് മറ്റു കുട്ടികളെയും അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
പെട്ടെന്ന് ഇത് എഫക്റ്റ് ആണ്, ഈസിലി സ്പ്രെഡ് ആണ്. ഉമിനീരില്ലേ, ഡ്രോപ്ലെറ്റ്സ് അതുവഴിയാണ് സ്പ്രെഡ് ആകുന്നത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനും വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ഇത് സംടൈംസ് ഇറ്റ് വിൽ സ്പ്രെഡ് ടു ദ ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. ഞാൻ പറഞ്ഞില്ലേ, ആ വൈറ്റ് കളറിലെ ആ ഒരു ലെയറിൽ നിന്ന്, വൈറ്റ് മെമ്പറൈനിൽ നിന്ന് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അത് ബാക്കി നമ്മുടെ ബോഡി ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ ടോക്സിക് പ്രൊഡ്യൂസ് നമ്മൾ പെട്ടെന്ന് വീക്ക് ആവും. പിന്നെ അതെന്തിന് കാരണമാകുന്നു? മരണത്തിന് വരെയും കാരണമാകും. അപ്പോൾ ഡിഫ്തീരിയ എന്ന് പറയുന്നത് നിസ്സാരം അസുഖമല്ല. നമ്മളൊന്ന് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. ഞാനിപ്പോ ഇന്ന് എടുത്തത് കോമൺ ചൈൽഡ് ഡിസീസ് മുതൽ ഡിഫ്തീരിയ വരെയാണ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി ടോട്ടലായിട്ട്. ഓക്കെ രമ്യ, ഞാൻ മ്യൂട്ട് ഓൺ ആക്കാലോ. പറഞ്ഞോ മാം. എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു മാം. ഇഫ് നമുക്ക് ഈ ക്ലാസ് ഓൺലൈൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഈ PDF ഫയലിൽ ഇത് ഇത്രയും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നില്ല, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കേടാ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണല്ലോ. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പൈസ പേ ചെയ്തോ ടെസ്റ്റിന്? എന്താ മാം? അല്ല, പൈസ പേ ചെയ്തോ? ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 days ആയിട്ടുള്ളൂ. മോൻ ടെസ്റ്റിന്റെ പൈസ പേ ചെയ്തിട്ടുണ്ടോ? അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല മാം. ആരാണ്? ഞാൻ ടെസ്റ്റിന്റെ പൈസ പേയ്മെന്റ് ചെയ്തായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായി, ഇതുവരെയും കിട്ടിയിട്ടില്ല. തിങ്കളാഴ്ച ചെയ്തായിരുന്നു. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞൂടാ. അവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? ഓക്കെ, അവരെ കോണ്ടാക്ട് ചെയ്യുന്നോടാ. PROനെ കോണ്ടാക്ട് ചെയ്യുന്നോട്ടാ. ശരി മാം. കാരണം ഞങ്ങൾക്ക് അതായിട്ട് ഡീലിങ്സ് ഇല്ലടാ. ഞങ്ങൾക്ക് ടീച്ചിങ് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഇവിടെ ടീച്ചിങ് മാത്രമാണ്. ടീച്ചേഴ്സ് മാത്രമേ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റെക്കോർഡ് ക്ലാസ്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോ മോക്ക് ടെസ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു യൂണിറ്റ് കഴിയുമ്പോൾ ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ മോക്ക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് PR ആയിട്ടാണ് കേട്ടോ. ആരാണ് PRO എന്ന് അറിയോ? പേരറിയോ? നോ മാം, എനിക്ക് ഐഡിയ ഇല്ല, അവരെ പേരറിയില്ല. നോക്കി വെക്കിട്ടാ. നമ്മള് ഭയങ്കര ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ പേര് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരോട് സംസാരിച്ചാൽ മതി. മോനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഇപ്പൊ ഇന്ന് മാത്രമല്ല പിന്നീടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നതും ആൾ തന്നെ ആയിരിക്കും കേട്ടോ.
അല്ല മാം, നമുക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിന്റെ സിലബസിന്റെ അങ്ങനെയൊക്കെ PDF അയക്കാറുണ്ടല്ലോ. സോ ഇതിപ്പം അതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് അന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു PDF അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നത് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ, അത് ഇവിടുന്ന് ടെക്നിക്കൽ ടീമിൽ തരണം. അത് എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ആയിരിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കും എന്തോ ഡൗട്ട് ഉണ്ടല്ലോ? സുജി, എടാ സാറിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് സാറിന് കണ്ടിട്ടുണ്ടോ? കണ്ടു. കണ്ടില്ലേ? ഓക്കെ, സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സാർ. ഒന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടു നോക്കട്ടെ. അത് അല്ലെ ബുക്സ് പറയുന്നത് പിന്നെ ബിന്ദുജ എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട് എനിക്ക്. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാനാ പറഞ്ഞത്. 1850 റുപ്യ അടച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് അയക്കേണ്ടത്. അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ ബുക്ക് വരുന്ന പറഞ്ഞത്. പക്ഷെ ഞാൻ അടച്ചില്ല, ഞാൻ ഇന്ന് അടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ. ഓക്കേടാ, എനിക്കത് അറിഞ്ഞൂടാ. ബിന്ദുജ എന്നല്ലേ പറഞ്ഞേ? ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. അതെ. അങ്ങനെ പുസ്തകം എന്തായാലും വാങ്ങണം തന്നെ പറഞ്ഞേ പഠിക്കാൻ. അതെ, നിങ്ങൾക്കുള്ള ഒരു അസറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു അസറ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ടോപ്പിക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും മോണ്ടിസോറിനോട് എടുക്കുമ്പോൾ ഇത്തിരി ടഫാണ്. നമുക്ക് ടെസ്റ്റ് എന്തായാലും വേണം. അതേപോലെ തന്നെ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 5 റെക്കോർഡുകൾ ചെയ്യാനുണ്ട്. ഈ 5 റെക്കോർഡുകളും പിന്നെ അസൈൻമെന്റ്സ് ഉണ്ട്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ തരുന്ന അസൈൻമെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ടീച്ചേഴ്സും അസൈൻമെന്റ് തരും. ഒരു അസൈൻമെന്റ് ബുക്കിൽ അത് എഴുതുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ A4 ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. A4 ചെയ്തിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ മേ ബി മിസ്സായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു അസൈൻമെന്റ് ബുക്ക്, ഒരു വലിയ ബുക്കില്ലേ, കോളേജ് ബുക്കിനേക്കാളും കുറച്ചുകൂടി വലിയൊരു അസൈൻമെന്റ് ബുക്ക് കിട്ടില്ലേ? എന്റെ മാത്സ് ഒക്കെ എഴുതാൻ വേണ്ടി വാങ്ങിക്കുന്ന വലിയൊരു ബുക്ക്, A4-നേക്കാളും വലുതാണ് ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ അതില് അസൈൻമെന്റ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവില്ല. പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ തരും. നമുക്ക് ഓരോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറയും. അതൊക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ സേഫ് ആയിട്ട് സൂക്ഷിക്കുക. ഓക്കെ, റെക്കോർഡ് ബുക്ക് ഇപ്പൊ വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് ഈ റെക്കോർഡും പിന്നെ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കും മാത്രമാണ്. പിന്നീടായാലും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നൊന്ന് റെഫർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉള്ളത് നല്ലതാണ്. നോട്ട്ബുക്ക് നിങ്ങൾ ലെക്ചർ നോട്ടാണ് എഴുതിയെടുക്കേണ്ടത്. ക്ലാസ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെസ്റ്റിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. അല്ല നോട്ട്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടീച്ചേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് വേണമെന്ന് പറയില്ല. ചെറിയ ബുക്കാണെങ്കിൽ 2 പേരുടെയും കൂടി 2 ടീച്ചേഴ്സിന്റെ ലെക്ചർ നോട്ട് ചെയ്യാനായിട്ട് പറ്റും. റെക്കോർഡ് എഴുതി റെക്കോർഡിന്റെ കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് റെക്കോർഡ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് തന്നെ ചെയ്യണം. അപ്പോ അത് നമ്മൾ സൈൻ ചെയ്തൊക്കെ തരണം. സീൽ ചെയ്ത് വാങ്ങിക്കണം. വൈവേ ചെയ്യില്ലേ? ഓക്കെ, വൈവേയുടെ ഒക്കെ ടൈം ആവുമ്പോൾ നിങ്ങൾക്ക് പറയും. കുറച്ച് ടൈം കഴിയുമ്പോൾ റെക്കോർഡിനെ കുറിച്ച് ഡീറ്റെയിൽസ് ജിഷ് ടീച്ചറോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ കൂളായിട്ടിരിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ക്ലാസ് ഒന്ന് എൻജോയ് ചെയ്ത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ആക്ടിവിറ്റീസ് കൂടി വരും. ഓക്കെ, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, പെൻഡാവാലന്റെ ഏതൊക്കെ വാക്സിൻസ് ആണ് പെൻഡാവാലന് വേണ്ടി, പെൻഡാവാലൻ വാക്സിൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അത് നിങ്ങൾ നോക്കിയിട്ട് വരണം. ദെൻ പിന്നെ എന്താ പറഞ്ഞത്, ഒരു ആക്ടിവിറ്റി പറഞ്ഞല്ലോ, ഹാൻഡ് വാഷിന്റെ ഒരു പറഞ്ഞായിരുന്നു. ഹാൻഡ് വാഷിന്റെ ഒരു ആക്ഷൻ ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ ഓരോരുത്തര് നല്ല രീതിയിൽ റെസ്പോണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഹാൻഡ് വാഷിന്റെ ആക്ഷൻ സോങ് മിസ് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞത്? ഞാൻ കാണിച്ചു തരാന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്തു തരുമെന്നാ പറഞ്ഞേ. അതെ, ഓക്കെ ഓക്കേടാ, നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ വേണം. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച്, ഇംഗ്ലീഷ് കുഴപ്പമില്ല,
ഇംഗ്ലീഷിലാണെങ്കിൽ പ്രിഫറബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും CBSE സ്കൂളിലെ കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്രോത്തിനൊക്കെ വേണ്ടത് ഇംഗ്ലീഷ് തന്നെയാണ്. നമുക്കറിയാലോ, ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് ടെക്സ്റ്റ് നമ്മൾ ഈ 95 പേ ചെയ്യുമ്പോൾ ടോട്ടലി ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് എത്ര ടെക്സ്റ്റ് ഉണ്ടാവും? ടെസ്റ്റിന് ഒക്കെ കൂടെ ഒരുമിച്ചല്ലേ റേറ്റ് പറഞ്ഞത്? 3 ടെസ്റ്റ് ആണ് ഉള്ളത്. മെയിൻ ആയിട്ട് 3 മൊഡ്യൂളുകളാണ് ഉള്ളത് തോന്നുന്നു. മൊഡ്യൂൾ 1, പിന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ആൻഡ് മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ സെഷൻ ആണ്. നമുക്ക് പ്രാക്ടിക്കലും കൂടി ഉണ്ട്, പ്രാക്ടിക്കൽ ഇതും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി വരുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് കേട്ടോ. ഓക്കെ മാം. ഇനി ടെസ്റ്റ് വേറെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ക്യാരി ചെയ്യാനുള്ള കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തോ എന്ന് അറിഞ്ഞൂടാ. മൊഡ്യൂള് 1 എത്ര പാർട്ടാണ്? 4 പാർട്ടാണ് ഉള്ളത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 വരെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ മാം. സൈനോട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Thank you, ma'am. ഓക്കെ, Thank you, പറഞ്ഞു. ma'am. Thank you for the beautiful class, and thank you all my dear. Thank you. Who involved? ഇനി ചെയ്യുമ്പോഴേ സൈനോട്ട് ചെയ്യുമ്പോ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. നമ്മൾ എന്നതൊക്കെയാണ് കവർ ചെയ്തത്. Okay. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.